പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിങ്ങപ്പുലരിയിൽ നമുക്ക് മറ്റൊരു താരം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സൗദി വെള്ളക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തി നമുക്കൊപ്പം ഉണ്ട്. തരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. തരുൺ, ഞങ്ങൾ യഥാർത്ഥത്തിൽ അത് കേട്ടപ്പോഴേ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം വേറെ പല പേരുകളും ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് സൗദി വെള്ളക്കയുടെ പേര് വളരെ പെട്ടെന്ന് വരുന്നു. തരുൺ മൂർത്തി. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡെസ്കിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ അവാർഡ് വരുന്ന സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ? പ്രതീക്ഷിച്ചിരുന്നോ ഇത്? ഇല്ല, അവാർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുതിയ പടത്തിൻ്റെ എഡിറ്റിലിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ നിരന്തരം ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ടി വി നോക്കുന്നു പറഞ്ഞപ്പോഴാണ് പിന്നെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്ന അവർ പറഞ്ഞു, ചേട്ടാ അവാർഡ് അടിച്ചു. ആണല്ലേ? അതെ, അപ്രതീക്ഷിതമായിട്ടാണ് അത് അറിയുന്നത്. അത് വലിയൊരു അംഗീകാരമാണ്. ഇതിപ്പോൾ എത്രാമത്തെ സിനിമയായിരുന്നു? എൻ്റെ രണ്ടാമത്തെ. ഫസ്റ്റ് ഓപ്പറേഷൻ ജാവ. രണ്ടാമത്തെ ഫിലിമിന് ദേശീയ പുരസ്കാരം അടിക്കുക ചെറിയ കാര്യമല്ല. സാധാരണ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ആദ്യത്തിൽ അടിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ എല്ലാ എനർജിയും അതിലാദ്യം ഉപയോഗിക്കുമല്ലോ. പണ്ട് ഒ വി വിജയനെ കുറിച്ച് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഒ വി വിജയൻ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയിട്ട് ഡൽഹിയിൽ മറ്റേ പ്രഗതി മൈതാനിലൂടെ നടക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഈ കൈ വെട്ടിക്കളഞ്ഞേക്ക്. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാവുന്ന ഏറ്റവും നല്ലത് എഴുതി കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം അതിന് പിന്നാലെ വരത്തുള്ളൂ. അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല. പക്ഷേ രണ്ടാമത്തെ സിനിമയ്ക്ക് അവാർഡ് അടിക്കുമ്പം അതിനകത്തൊരു പ്രത്യേക അഭിനന്ദനത്തിനാണ്. എങ്ങനെയായിരുന്നു സിനിമയുടെ ഒരു പ്രിപ്പറേഷൻ? അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ആദ്യ സിനിമ ഓപ്പറേഷൻ ജാവയാണ്. ആ ജാവ തിയേറ്റർ റിലീസാകുന്നതിന് മുന്നേ തന്നെ സന്ദീപ് സേനൻ ഉറുച്ചി തിയേറ്റേഴ്സിന് വേണ്ടി ഒരു പടം കമ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം തൊണ്ടി മുതൽ എന്ന് പറയുന്ന ഇതേപോലെ തന്നെ നാഷണൽ അവാർഡ് മേടിച്ചൊരു സിനിമയാണ്. അപ്പം തൊണ്ടി മുതലിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിക്കുന്നു എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ആ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ചെന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതങ്ങനെ തിയേറ്ററിൽ വലിയ ഓളമൊക്കെ ഉണ്ടാകുമെന്നറിയില്ല, പക്ഷേ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇങ്ങനെ ഒരു സിനിമ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സന്ദീപ് ഏട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കഥ പറഞ്ഞു. സന്ദീപ് ഏട്ടൻ പറഞ്ഞു, എൻ്റെ ഫിലിമോഗ്രഫിയിലും ഇങ്ങനെ ഒരു കഥ വേണം, ഇങ്ങനെ ഒരു സിനിമ വേണം, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് ആ സിനിമ. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ആ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു ആർട്ടിസ്റ്റ് സൗദി ഗ്രേസി എന്ന് പറഞ്ഞൊരു നാടക നടിയുണ്ട്. അവർ സിനിമ ഷൂട്ടിങ്ങിന് 2 മാസം മുന്നേ കോവിഡ് വന്ന് മരണപ്പെട്ടു പോയി. അപ്പം പിന്നീട് ഒരു കംപ്ലീറ്റ് സ്റ്റക്ക് വന്നു. പിന്നെ എവിടെ നിന്നോ ഒരു അത്ഭുതം പോലെ ദേവി വർമ്മ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വന്നു. കാരണം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു സ്റ്റോറിയിൽ നിന്നാണ് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങളുള്ള സിനിമയാണ്. അതാണ് ഒരുപാട് കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് സൗദി വെള്ളക്ക. തരുൺ എങ്ങനെയാണ് സിനിമ ഫീൽഡിലേക്ക് എത്തുന്നത്? വിദ്യാഭ്യാസം എന്തായിരുന്നു തരുൺ? ഞാൻ കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്നു. ഞാൻ കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ജാവ വരുന്നത്. ബിടെക്കാരനാണ്, എംടെക്കാരനാണ്. അപ്പം ആദ്യ സിനിമ അപ്പം കമ്പ്യൂട്ടർ നമുക്ക് പ്ലേസ്മെൻറ്റോ അങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായത് സൈബർ സെൽ റിലേറ്റഡ് ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ്. അടിപൊളി. പക്ഷെ അതിനുശേഷം സൗദി വെള്ളക്കയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതിലേക്ക് സൗദി വെള്ളക്കയുടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എൻ്റെ ഒരു സുഹൃത്ത് രതീഷ് എന്ന് പറഞ്ഞ തൃശ്ശൂർ ക്ലിപ്തൊക്കെ ചെയ്ത് രതീഷ് ഏട്ടനാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഒരു ട്രിവാൻഡ്രത്ത് നടന്നൊരു കേസാണ്. അത് ചക്കക്കുരു എന്നാണ് ആ കേസിൻ്റെ പേര്. അപ്പോൾ ഇതേപോലെ ഒരു ഇഷ്യൂ. അപ്പം നമുക്ക് സിനിമയ്ക്കൊരു ഭയങ്കര സാധ്യത ഉണ്ടാകുന്ന പറഞ്ഞ് രതീഷേട്ടനാണ് എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ രതീഷേട്ടൻ അത് നീ അത് ചെയ്യുന്നുള്ള രീതിയിലോട്ടായി. പിന്നെ അതിനെ ഞങ്ങൾ സൗദി കൊണ്ടുവന്ന് വെച്ചു. സൗദി കൊണ്ട് വെക്കാനുള്ള കാരണം സൗദി ഗ്രേസി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അവർ ഈ സിനിമയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമ പേര് വരെ ഇട്ടത്. അപ്പോൾ അങ്ങനെ സൗദിയിൽ സിനിമ വരുന്നു. പിന്നെ ഒരുപാട് സൗദിയിലുള്ള കുറേ നാടകലാരം വരുന്നു, ചവിട്ടുനാട ആൾക്കാർ വരുന്നു. ഒരു സ്ട്രീറ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ കാസ്റ്റിംഗ് ഭയങ്കര രസമാണ്. നമ്മൾ നേരെ രാവിലെ ഫോട്ടോ കൊച്ചിയിലേക്ക് ഇറങ്ങും. അവിടെയുള്ള വീടുകളിലൊക്കെ ചെല്ലും. അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും, അവരെ വിളിച്ച് അഭിനയിപ്പിക്കും. അങ്ങനെ ഒരു നോർമൽ സിനിമയിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി അതായത് സ്ട്രീറ്റ് ഹണ്ടിങ് ആണ്. സ്ട്രീറ്റ് ഹണ്ടിങ് നടത്തി താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടി. അത് കൊള്ളാം. അങ്ങോട്ട് പോയി താരങ്ങളെ വിളിച്ചുണ്ടാക്കി. അതിനകത്ത് വേറൊരു മെസ്സേജും കൂടിയുണ്ട്. ഇനി അഭിനയം ശേഷിയുള്ള കലാകാരന്മാർ ഞങ്ങളെ തേടിയല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതിൻ്റെ അതൊരു രസമുള്ളത്. അപ്പം പനമ്പള്ളി ഒരു ശ്യാംലാൽ എന്ന് പറഞ്ഞ നാടകകാരനുണ്ട്. എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നാടകങ്ങളൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഞാൻ ഒരു ദിവസം രാത്രി 7:30 ആയപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഡോറിൽ പോയി നോക്കിയത്. അപ്പം തരണം. അപ്പം ജാവയൊക്കെ കഴിഞ്ഞ് അപ്പം പുള്ളി ജാവ പോലത്തെ ഹിറ്റ് സിനിമ ഉണ്ടാക്കിയ ഒരാൾ എൻ്റെ വീടിൻ്റെ വാതിക്കാൻ വന്ന് നിൽക്കുന്ന ഭയങ്കര എക്സൈറ്റഡായി. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പനമ്പള്ളി നമുക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാനും പുള്ളിയും കൂടി നടന്നു പോയിട്ട് പറഞ്ഞു,
ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യണം. പുള്ളി അവിടെ നിന്ന് കരഞ്ഞ്. അതാ കാരണം പുള്ളി പറയുന്നത് ആദ്യമായിട്ട് ഒരാൾ വീട്ടിൽ വന്നിട്ട്, കാരണം ഞങ്ങളെയൊക്കെ നാടകമാണല്ലോ, അപ്പം നാടകം ഒക്കെ നടക്കുമ്പോൾ ആരും ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷേ വീട്ടിൽ വന്ന് എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഉള്ളു നിറവെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ജെനുവിൻ ഇമോഷൻസ് കണ്ട സിനിമയാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലായല്ലോ, ആ സിനിമയിലേക്ക് അവാർഡ് കിട്ടുന്നതിനൊരു കാരണമുണ്ട്. നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പുരസ്കാരങ്ങളൊക്കെ പുറകെ വന്നോളും. പുരസ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ പടമല്ല, അല്ലല്ല, അത് കൊമേഴ്ഷ്യലി ഓടിയ സിനിമയാണ്. 50 ദിവസത്തോളം തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. എനിക്ക് തിയേറ്ററിൽ നിന്നൊക്കെ ഭയങ്കര അത്ഭുതകരമായ റെസ്പോൺസുകളും വീട്ടിലൊക്കെ ആളുകൾ അന്വേഷിച്ച് വന്ന് അല്ല കേട്ടോ ഹഗ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരികമായുള്ള എല്ലാവരും, അതിപ്പം ആ സിനിമ സംസാരിച്ച പോലെ തന്നെ രാഷ്ട്രീയം നോക്കാണ്ട് മതം നോക്കാണ്ട് ആ സിനിമ എല്ലാ മനുഷ്യന്മാരും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തപ്പം എനിക്ക് ഓപ്പറേഷൻ ചാവ 80 ദിവസം ഓടിയ സിനിമയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് സ്പെഷ്യലാണ് ഈ സിനിമ. കാരണം പലരും പറഞ്ഞു കാരണം ഒരു സൂപ്പർ സ്റ്റാർ മൂവി ജാവ പോലത്തെ ഹിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൂവിയാണ് തരുൺ. പക്ഷേ അന്നൊക്കെ എൻ്റെ കൂടെ ടീമിനെ ചേട്ടാ നമുക്കിത് നമ്മുടെ ഫിലിമോഗ്രഫിയിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചൊരു സിനിമയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ സിനിമയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ഇനി ഒരു 20 days ഷൂട്ടും കൂടിയുണ്ട്. ഇനി അതിൻ്റെ കഴിഞ്ഞ 2 സിനിമകളുടെ ഞാനാണ്. അതിൻ്റെ KR സുനിൽ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയുണ്ട്. അദ്ദേഹത്തിനാണ് കഥ. ഞാൻ അതിന് തിരക്കഥയിൽ പങ്കുചേരുന്നേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ് തരുൺമൂർത്തി. തീർച്ചയായും തരുണിന് ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും നമ്മൾ നേരുന്നു. സൗദി വെള്ളയ്ക്ക പോലെ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, ഈ 2 സിനിമകളുടെ ജോണർ തികച്ചും ഡിഫറൻറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ സിനിമകളെക്കുറിച്ച് ചിന്തിക്കാനും ഒരു ടൈപ്പ് ഓഫ് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും ഒക്കെ തരുണിന് കഴിയട്ടെ. താങ്ക്സ് എ ലോട്ട്. കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ജെനുവിനായ ഇമോഷൻസിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. തരുണാണ് നമുക്കൊപ്പം ചേർന്നത്. സൗദി വെള്ളയ്ക്കയുടെ സംവിധായകനാണ് തരുൺ മൂർത്തി. തരുണിൻ്റെ ഓപ്പറേഷൻ ജാവ സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പോൾ തരുൺ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ സിനിമയാണ്. അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ സന്തോഷ വാർത്ത തരുണിനെ തേടിയെത്തുന്നത്. അപ്പോൾ തരുണിനും സൗദി വെള്ളയ്ക്കയുടെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു.